എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ്. അതിൽ തന്നെ ആദ്യമായി അശ്വതി നക്ഷത്രം. ദീർഘനാളായി നടന്നിരുന്ന മോഹങ്ങൾ പൂവണിയുന്നതായിരിക്കും. വിവാഹ ആലോചനകൾ തീരുമാനത്തിലാകും. ശുപാർശ, ജാമ്യം എന്നിവയ്ക്ക് ബന്ധുക്കളിൽ നിന്നും സമ്മർദ്ദം വരാം. എന്നാൽ നിൽക്കാതിരിക്കുന്നതാണ് ഉത്തമം. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വന്നു ചേരാം. സ്ത്രീകൾക്ക് അനുകൂലമായ പല മാറ്റങ്ങളും അനുഭവത്തിൽ വരും. ഭരണി നക്ഷത്രത്തിന് മികച്ച ദിവസമായിരിക്കും. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. യുക്തിപൂർവമായി ചിന്തിച്ച് പ്രവർത്തിക്കുക. ദാമ്പത്യത്തിൽ അകൽച്ചകൾക്ക് സാധ്യത. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. ആരോഗ്യവർദ്ധനവിന് പുതിയ ചികിത്സാരീതിയും യോഗാമുറകളും അഭ്യസിക്കുവാൻ തുടങ്ങും. പ്രതീക്ഷിച്ച അനുഭവം ഉണ്ടാവുകയില്ല. വാഗ്വാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം. അടുത്തത് മകയിരം നക്ഷത്രമാണ്. പണനഷ്ടത്തിന് സാധ്യത. ബന്ധങ്ങൾ വഷളാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. മനസ്സിൻ്റെ തെറ്റായ ധാരണകൾ അബദ്ധങ്ങൾ ഉണ്ടാക്കും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ ഇടപെടും. പ്രതീക്ഷിച്ചതിൽ അധികം സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും. അധിക്ഷേപങ്ങളെ അതിജീവിക്കും. അടുത്തത് പുണർന്ന നക്ഷത്രമാണ്. വിദ്യാ നിലവാരം ഉയർത്തുവാൻ സാധിക്കും. ദാമ്പത്യബന്ധം ദൃഢമാകും. അവിചാരിതമായി ധനലാഭം ഉണ്ടാകും. അടുത്തത് പൂയം നക്ഷത്രമാണ്. വിദേശ നിർമ്മിത വസ്തുക്കൾ ലഭിക്കും. അവസരത്തിനെന്ത് ഉണർന്ന് പ്രവർത്തിക്കുവാൻ സാധിക്കും. പ്രലോഭനങ്ങളിൽ അകപ്പെടുകയില്ല. പ്രതീക്ഷിക്കാത്ത സമയത്ത് ധനലാഭം വന്നു ചേരും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. കലാ, സാമൂഹിക, സാംസ്കാരിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ സാധിക്കും. വിദേശയാത്രയ്ക്ക് അവസരങ്ങൾ ലഭിക്കും. ദുശീലങ്ങൾ ഉപേക്ഷിക്കും. അടുത്തത് മകം നക്ഷത്രമാണ്. നല്ല ബന്ധുക്കൾ, അതുപോലെ തന്നെ സുഹൃത്തുക്കൾ എന്നിവരെ ലഭിക്കുന്നതായിരിക്കും. അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തും. അപേക്ഷസിദ്ധി ഇന്നത്തെ ദിവസം കൈവരും. അടുത്തത് പൂരം നക്ഷത്രമാണ്. സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും മതപരമായ കാര്യങ്ങളിൽ ലഭിക്കുന്നതായിരിക്കും. വ്യാപാരികൾക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുവാൻ സാധിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അടുത്ത ഉത്രം നക്ഷത്രമാണ്. മാനസികമായ അസ്വസ്ഥതകൾ ശമിക്കും. സന്താനങ്ങളുടെ വിവാഹത്തിനുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറും. ദൂരയാത്ര ആവശ്യമായി വന്നേക്കാം. അടുത്തത് അത്തം നക്ഷത്രമാണ്. മംഗളകർമ്മ തടസ്സവും സ്വർണം, ധനം എന്നിവ നഷ്ടപ്പെടുന്ന അവസ്ഥയും നേരിടും. ആരോഗ്യത്തിൽ ശ്രദ്ധ ആവശ്യമാണ്. മുൻകോപം നിയന്ത്രിക്കണം. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വിധേയമായി പ്രവർത്തിക്കേണ്ടി വരും. ഏതു കാര്യത്തിൻ്റെയും സത്യാവസ്ഥ അറിയാതെ പ്രതികരിക്കരുത്. ബന്ധുക്കൾ ശത്രുക്കളെ പോലെ പെരുമാറും. അടുത്തത് ചോതി നക്ഷത്രമാണ്. അന്യഗ്രഹവാസം വേണ്ടിവരും. നേത്ര ഉദര രോഗങ്ങൾക്ക് സാധ്യത. ധനപരമായ ഇടപാടുകൾ കരുതലോടുകൂടി നടത്തുക. സ്ത്രീകളുമായി ഇടപെടുമ്പോൾ ജാഗ്രത പാലിക്കുക. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. സുഹൃത്തുക്കളുടെ നിർബന്ധങ്ങൾക്ക് വഴങ്ങി അബദ്ധത്തിൽ ചെന്ന് ചാടരുത്. ശത്രുക്കൾ കൂടുതൽ ശക്തരാകും. ഗൃഹത്തിൽ അസ്വസ്ഥതകൾ, കലഹം, അശ്രദ്ധ മൂലം കുഴപ്പങ്ങൾ എന്നിവയ്ക്ക് സാധ്യത. അടുത്തത് അനിഴം നക്ഷത്രമാണ്. ദാമ്പത്യ സുഖക്കുറവ് അനുഭവത്തിൽ വരും. വലിയ പ്രതീക്ഷ വെച്ച് ചെയ്ത പല കാര്യങ്ങളും നഷ്ടത്തിൽ കലാശിക്കും. ധനമിടപാടുകൾ ശ്രദ്ധിച്ച് നടത്തുക. നൂതന സംരംഭങ്ങൾക്ക് പ്രാരംഭ തടസ്സങ്ങൾ ഉണ്ടാകും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. ദുർവാശിയും ദുരഭിമാനവും കാരണം കുടുംബസമാധാനം നഷ്ടപ്പെടും. ധനമിടപാടുകളിൽ സൂക്ഷ്മത പാലിക്കുക. ചുമതലകൾ അന്യരെ ഏൽപ്പിക്കരുത്. അടുത്ത മൂലം നക്ഷത്രമാണ്. സന്മാർഗത്തിൽ നിന്നും വ്യതിചലിക്കുവാൻ പ്രേരണയുണ്ടാകും. കച്ചവടത്തിൽ നിന്നും കൂടുതൽ ആദായം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾ സഫലമാകുന്ന ദിവസമായിരിക്കും. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. അകലെ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും. പല വിധത്തിലുള്ള ധൂർത്ത് ഒഴിവാക്കുക. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകും. വാഹനം മാറ്റി വാങ്ങുവാൻ തീരുമാനം എടുക്കും. അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും നേട്ടവും. ഉദ്യോഗത്തിന് പോകുവാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നതായിരിക്കും. വിദേശത്ത് ദാമ്പത്യ സുഖം, സന്താന സൗഖ്യം എന്നിവ
അനുഭവത്തിൽ വരും. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. പുതിയ വിദ്യകൾ പരിശീലിക്കും. രോഗങ്ങളിൽ നിന്നും മുക്തി നേടും. ആഗ്രഹങ്ങൾ നിറവേറും. ധനപരമായി നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. അടുത്തത് അവിട്ട നക്ഷത്രമാണ്. സമൂഹത്തിലെ ഉന്നതസ്ഥാനീയർ, മതപണ്ഡിതന്മാർ എന്നിവരിൽ നിന്നും ആശീർവാദങ്ങൾ ലഭിക്കും. എല്ലാ രംഗത്തും അഭിവൃദ്ധി, വസ്തുവാഹനാദി ലാഭവും, യാത്രകളിൽ നിന്നും ഗുണവും, മറ്റുള്ളവരുടെ ആദരവിന് പാത്രമാവുകയും ചെയ്യും. അടുത്തത് ചതയം നക്ഷത്രമാണ്. ധനപ്രാപ്തിയും ഭൂമി ഇടപാടുകളിൽ നിന്നും ലാഭവും, കുടുംബത്തിൽ ഐശ്വര്യവും, ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ സഫലമാവുകയും ചെയ്യുന്നതായിരിക്കും. അടുത്തത് പൂരോരുട്ട നക്ഷത്രമാണ്. സംസ്കാര സമ്പന്നമായി പെരുമാറും. അകലെ നിന്നും സഹകരണങ്ങൾ ലഭിക്കും. ഉന്നത വ്യക്തികളുമായി പരിചയം ഗുണം ചെയ്യും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം ആശ്വാസത്തിന് വഴിയൊരുക്കും. അടുത്തത് ഉത്രട്ട നക്ഷത്രമാണ്. ഔദ്യോഗികമായി ഉള്ള യാത്രകൾ വേണ്ടി വരുന്നതായിരിക്കും. അതായത് ദൂരസ്ഥലത്തേക്ക് ഉള്ള യാത്രകൾ വേണ്ടിവരും. സുന്ദരികളായ സ്ത്രീകളുമായി സൗഹൃദം സ്ഥാപിക്കും. നിർത്തിവച്ചിരുന്ന കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അവസാനമായി രേവതി നക്ഷത്രമാണ്. ഭൂസ്വത്ത് ലഭിക്കുവാൻ യോഗം. അനുകൂലമായ സ്ഥലത്ത് തന്നെ ലഭിക്കും. പ്രണയത്തിൽ പ്രശ്നങ്ങൾക്ക് സാധ്യത. സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടാകാൻ സാധ്യത. ആരോഗ്യകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. മംഗളകർമ്മങ്ങളിലും മറ്റും പങ്കെടുക്കുവാൻ സാധിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.